ഇടുക്കി കുമളിയിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത്. കുമളി കൊല്ലം പട്ടട കുരിശുമല പ്രദേശത്താണ് കാട്ടുപോത്ത് സ്ഥിരമായി എത്തുന്നത്. പെരിയാർ ടൈഗർ റിസർവിൽ നിന്നാണ് കാട്ടുപോത്ത് എത്തുന്നത്. PA സാഗർ ചേരുന്നു. സാഗർ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആശങ്കയിലാണോ പ്രദേശവാസികൾ? ടൈഗർ റിസർവോയറിൽ നിന്ന് എത്തുന്ന കാട്ടുപോത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. ജനവാസ മേഖലയിൽ വലിയ കാട്ടുപോത്ത് എത്തുമ്പോൾ കാട്ടുപോത്തിന്റെ ആക്രമണങ്ങൾ പല ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. ആ തരത്തിലുള്ള ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും പ്രദേശവാസികൾക്ക് ഉണ്ടാകും. ഇതാദ്യത്തെ തവണയല്ല, ഇത് പതിവാകുന്നു എന്നുള്ള വിവരം കൂടിയാണ് വരുന്നത്. സാഗർ, വിവരങ്ങളിലേക്ക്. ഇത് ഏതെങ്കിലും ജനങ്ങൾക്കൊരു പ്രദേശവാസികൾക്കൊരു ആശങ്കയായിട്ട് നിൽക്കുകയാണോ സാഹചര്യം? തീർച്ചയായും അപർണ, ഇടുക്കിയിൽ ഒട്ടാകെ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ഒരു ആക്രമണം ഉള്ളതിനാൽ തന്നെ ജനങ്ങൾ ആകപ്പാട് ഒരു ഭയപ്പാടിലാണ്. ഇതിനിടയിലാണ് ഈ കുമളിയിൽ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ദിവസങ്ങളായി തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. കുമളി കൊല്ലം പട്ടട കുരിശുമല പ്രദേശത്താണ് ഈ കാട്ടുപോത്ത് ദിവസേന കണക്കിനെത്തുന്നത്. ദിവസം തന്നെ രാവിലെയും വൈകിട്ടും അടക്കം ഈ ജനവാസ മേഖലകളിലടക്കം ഈ കാട്ടുപോത്ത് വിഹരിക്കുകയാണ്. ഇത് തന്നെയാണ് ഈ പകൽ സമയത്ത് പോലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ഈ പ്രായമായവരും കുട്ടികളും അടക്കം ഈ പ്രദേശത്ത് ഒരുപാട് ഉള്ളൊരു ജനവാസ മേഖല ഒരുപാടുള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രായമായവരും കുട്ടികളും അടക്കം പുറത്തേക്ക് ഇറങ്ങാൻ പേടിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ പെരിയാർ ടൈഗർ റിസർവിനോട് ചേർന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ പെരിയാർ ടൈഗർ റിസർവിൽ നിന്നാണ് ഈ കാട്ടുപോത്ത് ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടുപോത്തിന്റെ സ്ഥിരം സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. അധികാരികളോട് പ്രദേശവാസികൾ ഒട്ടേറെ തവണ പരാതി നൽകിയിട്ടുണ്ട്. എന്നാലും യാതൊരു നടപടിയും, അതായത് ഈ കാട്ടുപോത്തിനെ കാട്ടിലേക്ക് അയക്കുക, തിരികെ മടക്കി അയക്കുന്നതിനുള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ കാട്ടുപോത്തിനെ തിരികെ കാട്ടിലേക്ക് അയച്ചില്ലെങ്കിൽ പ്രദേശവാസികൾ സമരം ഉൾപ്പെടെയുള്ളവ ശക്തമാക്കാനുള്ള ഒരു നീക്കത്തിലാണ് അപർണ. PA സാഗർ വിവരങ്ങൾ.